Tea, please. Shekhar, look. അത്യാവശ്യമായി കാണേണ്ട കാര്യമുണ്ട്. അതുകൊണ്ടാണ് അറിയിക്കാതെ വന്നത്. ഒരിടം വരെ പോകാനുണ്ട്. വേഗം ഡ്രസ് ചെയ്യും. പുറത്തു പോകണം. നിങ്ങളെയും കൊണ്ട് എനിക്ക് പോകാനൊക്കെ. ഡ്രസ് ചെയ്യും. എവിടേക്ക്? അത് പിന്നീട് പറയാം. ഡ്രസ് ചെയ്യൂ. കുറച്ചു സമയത്തേക്ക് ഫോൺ വർക്ക് ചെയ്യില്ല. ഹലോ, സമയം കളയണ്ട. വേഗം ഡ്രസ് ചെയ്യും. പോകാം. അപ്പോ ഇതേ വേഷത്തിൽ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. Thank you very much. താങ്ക്സ് പറയണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെ പണം സംഭവിക്കുന്നത് ആർക്ക് വേണ്ടി? പണം സംഭവിച്ചതിലേറെ പാവം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഇതോ ഒരു ജീവിതമാണോ? കുപ്പത്തൊട്ടിയിലെ എച്ചിൽ നോക്കി ജീവിക്കുന്ന പട്ടിക്ക് പോലും ഇതിലും അന്തസ്സുണ്ടാവുമല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിമ്പിൾ. യജമാനെ നിങ്ങളെ കാഴ്ചവെക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ഇദ്ദേഹം. നിങ്ങൾക്കെങ്ങനെ അറിയാം? ഇതേപോലെ ഒരിക്കൽ അകപ്പെട്ടു പോയവളാണ് ഞാൻ. എന്നിട്ട് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ട്? ചിറകുകളെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു. നിങ്ങൾ ആരാണ്? ഞാനോ? ഈ നല്ല മനുഷ്യന്റെ ഭാര്യ. എന്റെ അനിയനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ പറയുന്നു ആ പോയി മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്റെ കഥ ആദ്യം തൊട്ടേ ഞാൻ പറയേണ്ടി വരും. കേൾക്കാൻ ക്ഷമയുണ്ടോ? തീർച്ചയായും. ഞാൻ വെറും ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണായിരുന്നു. വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഇപ്പോൾ പോയ മനുഷ്യൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ എന്റെ വീട്ടുകാർ എന്നെ ഉപദേശിച്ചു. പ്രായം കൊണ്ട് ചേർച്ചയില്ലെന്ന് ഓർത്ത് ദുഃഖിക്കരുത്. ലക്ഷപ്രഭുവാണ് അയാൾ. ഈ ബന്ധം കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന അവരുടെ ഉപദേശത്തിന് ഞാൻ വഴങ്ങി. ഞങ്ങളുടെ വിവാഹം നടന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ ഈശ്വരനായി കരുതണമെന്ന അമ്മയുടെ ഉപദേശം ഞാൻ ഏറ്റുവാങ്ങി. നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി.
അദ്ദേഹത്തിന്റെ ബോസും എല്ലാമായിരുന്ന CK പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നമുക്കെല്ലാം തരും ദൈവമാണ്. ദൈവമാണെന്ന് മാത്രം കരുതിയാൽ മതി. എവിടെ പോകുന്നു? ഞാനും വരാം. ഇതേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എന്റെ ഭർത്താവ് എനിക്ക് അന്യനായി. അന്ന് ആ മനുഷ്യന്റെ മുന്നിൽ എന്നെ എറിഞ്ഞുകൊടുത്ത ദിവസം തൊട്ട് എന്റെ കിടക്ക പങ്കിടാൻ ഒരിക്കലും ഞാൻ അയാളെ അനുവദിച്ചിട്ടില്ല. ഏത് പുരുഷനും എന്റെ കണ്ണിൽ ശത്രുവായി. ആ ദ്വേഷം വളർന്നു. പുരുഷനോടുള്ള പക വീട്ടാൻ ഞാൻ അലഞ്ഞു നടന്നു. ആ ഇടയ്ക്കാണ് ഞാൻ അനിലിനെ കണ്ടുമുട്ടിയത്. ചെന്നായ്ക്കൾക്കിടയിൽ ഞാൻ ഒരാട്ടുംകുട്ടിയെ കണ്ടു. അതിനെ ഞാൻ ഓമനിച്ചു, സ്നേഹിച്ചു. എന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ മറന്നു. പക മറന്നു, വിദ്വേഷം മറന്നു. സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വരവ് നന്നായി. വന്ന വഴിയിൽ തെറിച്ച ചെളി, അത് മറ്റുള്ളവർ എന്റെ മേൽ തെറിപ്പിച്ച ചെളിയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്. ചതിക്കപ്പെട്ടതിൽ അമർഷമുണ്ട്. അറിയാതെ തെറ്റ് ചെയ്യാൻ ഈശ്വരൻ ചിലരെ സൃഷ്ടിക്കാറുണ്ട്. അതിലൊരുവളാണ് ഞാൻ. അനിയനെ ചതിക്കാൻ കൂടെ ചേർന്നവളാണ് ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശിക്ഷ തന്നോളൂ. വരട്ടെ. Where is she? She escaped. What? Forgive me, sir. I can't do this job anymore. Allow me to go back to my country. So that's it. Knowing all about me, you want to go away from me, huh? Get that girl here. You hear me? Get out! Out! ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഉപദേശം തരാൻ വന്നതാണ്. കഴിയും വേഗം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. ഇല്ലെങ്കിൽ എന്റെ മുതലാളി നിങ്ങൾ നശിപ്പിക്കും. ജസ്റ്റ് എ മിനിറ്റ്. ഉപദേശത്തിന് നന്ദി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൽബുദ്ധി തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെപ്പറ്റിയെല്ലാം എന്റെ ഭാര്യ പറഞ്ഞു തന്നിരിക്കും. ഞാൻ ഈ ഹോട്ടലിലെ റൂം ബോയ് ആയിട്ടാണ് ജീവിതം ആരംഭിച്ചത്. ഇന്ന് ഞാൻ ഈ ഹോട്ടലിന്റെയും കാസിനോവിന്റെയും മാനേജറാണ്. ബാരറിൽ നിന്നും മാനേജർ പദവിയിലേക്കുള്ള യാത്രക്കിടയിൽ തെറ്റുകൾ ഒട്ടേറെ ഞാൻ ചെയ്തു. തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ? അതെ, ധനികനാവണമെന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ധനമൊട്ടാറ് നേടിയപ്പോഴേക്കും മനസ്സമാധാനം തീരെ നഷ്ടപ്പെട്ടു. പോയിപ്പോയ മനസ്സമാധാനം വീണ്ടെടുക്കണമെന്ന് മോഹമുണ്ട്. ഈ കുമ്പസാരമെല്ലാം എന്നോട് നടത്തുന്നതിന് ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം. എന്തിന്? ഇനി ഈ വൃത്തികേടുകൾ ചെയ്ത് ജീവിക്കാൻ തയ്യാറില്ലെന്ന് ഞാൻ CKയോട് പറഞ്ഞു.
അങ്ങനെ പിരിഞ്ഞു പോയവരാരും ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. എന്നോട് രക്ഷപ്പെടാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രക്ഷപ്പെട്ടൂടെ? രക്ഷപ്പെടണമെന്ന് മോഹമില്ല. മരണത്തെ ഞാനിന്ന് ഭയപ്പെടുന്നുമില്ല. മരിക്കും മുമ്പ് ആരോടെങ്കിലും എന്റെ ആത്മവേദന തുറന്നു പറയണമെന്നുണ്ട്. എന്റെ ഭാര്യ കേൾക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ കേട്ടു. നന്ദി. വരട്ടെ. ക്ഷേത്രങ്ങളുടെ ഈ നാട്ടിൽ എന്റെ അനിയനെ തേടി ഞാൻ എത്തി. അവനെ ഞാൻ കണ്ടെത്തി. ഇനി അവനെ തിരിച്ചു തരയണമേ എന്ന ഒരേ ഒരു വരമേ ഞാൻ ചോദിച്ചുള്ളൂ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എനിക്ക് മറ്റൊരു സമ്മാനവും ആ ഈശ്വരൻ തന്നു. ഈശ്വരൻ ദീപ്തി എനിക്കാണ് സമ്മാനിച്ചത്. വിനോദസഞ്ചാരികൾക്ക് വഴികാട്ടിയായി ഈ അമ്പലങ്ങളിലെല്ലാം കയറിയിറങ്ങുമ്പോൾ പഠിച്ച പല്ലവി ഞാൻ ഒരുവിടുമായിരുന്നു. നേപ്പാൾ ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ഹിന്ദു രാഷ്ട്രമാണ്. കാഠ്മണ്ഡു ക്ഷേത്രങ്ങളുടെ നാടാണ്. ദിസ് ഈസ് ദ കൺട്രി ഓഫ് ദ ലിവിംഗ് ഗോഡസ് എന്നെല്ലാം ഇന്നെന്റെ മനസ്സിൽ ലിവിംഗ് ഗോഡസായി ദീപ്തി നിറഞ്ഞു നിൽക്കുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു പുതിയ ചൈതന്യം ഞാൻ കാണുന്നു. സപ്തസ്വരങ്ങളുടെ സ്വരലഹരി, കാൽച്ചിലമ്പുകളുടെ നാദമഞ്ജരി, മഞ്ഞുറഞ്ഞ ഹിമാലയിൽ നിന്നും പാഞ്ഞെത്തുന്ന ദീപ്തി.